നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബുധനാഴ്ച ഡൊണാൾഡ് ട്രംപ് പുതിയ ഒരു താരിഫ് റെജീം പുറപ്പെടുവിക്കുകയുണ്ടായി. അതായത് ഏവരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാര്യം എല്ലാ രാജ്യങ്ങളെയും ആഗോളതലത്തിൽ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ചാഞ്ചല്യം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് അത് ഇന്ത്യയെ നല്ലതുപോലെ ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ട്. കാര്യം എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് മേളിൽ ഏകദേശം 10% താരിഫ് ചുമത്തുന്നു എന്നുള്ളതാണ്. അതായത് നല്ല ശക്തമായിട്ടുള്ള വ്യാപാര ബന്ധം, US നല്ല ശക്തമായിട്ടുള്ള വ്യാപാര ബന്ധമുള്ള രാജ്യങ്ങളുടെ മേളിലാണ് ഈ ഉയർന്ന താരിഫ് ചുമത്തുന്നു എന്നുള്ളത്. അതായത് ചൈനയ്ക്ക് മേളിൽ 34%, ഇന്ത്യക്ക് മേളിൽ 27%, ദക്ഷിണ കൊറിയയ്ക്ക് മേളിൽ 25%, അതുപോലെ തന്നെ ജപ്പാന് മേളിൽ 24%. ഈ രാജ്യങ്ങളെല്ലാം തന്നെ US ശക്തമായിട്ടുള്ള വ്യാപാര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളാണ്. അതായത് ഇടക്കാലം വരെ രാജ്യങ്ങളുമായിട്ടുള്ള ഒരു വ്യാപാര ബന്ധത്തിലുണ്ടാകുന്ന അസന്തുലിതാവസ്ഥയ്ക്ക് ഒരു തിരുത്തലിന് വേണ്ടിയിട്ടാണ് ഈ താരിഫിൻ്റെ ഈ റേറ്റ് വ്യത്യാസം ഉണ്ടായത് തന്നെ. അതായത് ഇന്ത്യക്ക് മേളിൽ 27% താരിഫ് ചുമത്തുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ അത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഏകദേശം $31 ബില്യൺ ഇടിവ് ഉണ്ടാകുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ മൊത്തം GDPയുടെ ഏകദേശം 0.72% ഇടിവാണ് ഉണ്ടാകുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ US കയറ്റുമതി ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും 27% താരിഫ് ബാധകമാക്കിയത് അത് ഇന്ത്യയെ പ്രത്യേകിച്ചും നല്ലതുപോലെ ബാധിച്ചു എന്ന് പറയാം. ഈ തീരുമാനം പലരെയും ആശ്ചര്യപ്പെടുത്തുകയും ഉടൻ തന്നെ ഇന്ത്യൻ വിപണിയെ ബാധിക്കുകയും ചെയ്തു. നിഫ്റ്റി 50 0.78% ഇടിഞ്ഞ് 23,150.3-ലും BSE സെൻസെക്സ് 1.05% ഇടിഞ്ഞ് 75,811.12-ലും എത്തി. അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പാസഞ്ചർ വാഹനങ്ങൾക്ക് ഇന്ത്യ 70% നികുതി ചുമത്തുമ്പോൾ അമേരിക്ക 2.5% മാത്രമേ ഈടാക്കുന്നുള്ളൂ. അതുപോലെ US ആപ്പിളുകൾ 50% ഡ്യൂട്ടിയുമായി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ത്യൻ ആപ്പിളുകൾ US 0 താരിഫിലാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇന്ത്യയിലേക്കുള്ള അരി ഇറക്കുമതി 80% തീരുവ ചുമത്തുന്നു. US ഇത് വെറും 2.7% മാത്രമാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളുള്ള രാജ്യങ്ങൾ വച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഇപ്പോൾ ഏകദേശം 5ാം സ്ഥാനത്താണ്. അതായത് ജപ്പാനെ മറികടന്ന് 4ാം സ്ഥാനത്തേക്ക് ഇന്ത്യ കുതിക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ എത്രയും പെട്ടെന്ന് വളരെ വേഗത്തിൽ കുതിക്കാൻ പറ്റൂ. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി ഇന്ത്യയുടെ ഭരണാധികാരികൾ, പ്രധാനമായിട്ടും നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഒരു കാര്യം കൂടി തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളരെ വലുതാണ്, യാതൊരു സംശയവുമില്ല ആർക്കും. പക്ഷേ ഇപ്പോഴും റിച്ചസ്റ്റ് കൺട്രീസിൽ ഇന്ത്യ 100ാമത് രാജ്യങ്ങളുടെ അകത്ത് പോലും വരുന്നില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല ഏഷ്യയിലെ ദരിദ്ര രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയും പെടുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാത്തത് എന്ന് ചോദിച്ചാൽ GDP മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. GDP പെർ ക്യാപിറ്റ ഉയരണം. അതായത് ഓരോ ആളുകളിലും ഉണ്ടാകുന്ന കാശിൻ്റെ അളവ് കൂടണം എന്നുള്ളതാണ്. അതായത് ഒരു നിശ്ചിത ശതമാനം ആൾക്കാരിലേക്ക് മാത്രം സമ്പത്ത് പെരുകാൻ പാടില്ല. അതായത് സാധാരണ ജനങ്ങളിലും എല്ലാ ആൾക്കാരിലും സമ്പത്ത് ഉണ്ടാകണം എന്നുള്ളതാണ്. അതിന് തീർച്ചയായിട്ടും ഒരു ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ ഒരു ഡിസ്ക്രിമിനേഷനും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് മിനിമം വേജസ് ആക്റ്റും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് എല്ലാ ആൾക്കാരിലും സമ്പത്ത് എത്തുന്നതിൽ ഒരു തുല്യത ഉണ്ടാകണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ കാര്യം ജനസംഖ്യ ഏറ്റവും കൂടിയ ചൈന റിച്ചസ്റ്റ് കൺട്രീസിൽ വരുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ വരുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ സ്ഥാനം ഇപ്പോൾ ഏകദേശം 120 കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പം നമുക്കിതിൽ ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ GDP മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. GDP പെർ ക്യാപിറ്റ, അതുപോലെ തന്നെ പർച്ചേസ് പവർ പാരിറ്റി, PPP ഇതെല്ലാം ഉയർന്നാലേ മതിയാകൂ. പർച്ചേസിങ് പവർ പാരിറ്റിയും GDP പെർ ക്യാപിറ്റയും എല്ലാം ഉയരണം. ആളോഹരി വരുമാനം എല്ലാം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ രാജ്യവും റിച്ചസ്റ്റ് കൺട്രീസിൽ
വരത്തുള്ളൂ. അതിന് എല്ലാ ആൾക്കാരിലും എഡ്യൂക്കേഷൻ എത്തണം, എല്ലാ ആൾക്കാരിലും നല്ല ഡീസൻ്റ് ആയിട്ടുള്ള സാലറി കിട്ടുന്ന ജോലി ഉണ്ടാകണം. അതുപോലെ തന്നെ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ എല്ലാത്തിലും നല്ല റാഷണൽ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ ഭരണാധികാരികൾ തീർച്ചയായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യയും റിച്ചസ്റ്റ് കൺട്രീസിൽ ഇടം തേടുകയും ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലുകൾ മെച്ചപ്പെടുകയും വേണം എന്നുള്ളതാണ്. അതുകൂടി തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. കാര്യം ഇന്ത്യ ഇപ്പം പല കാര്യങ്ങളിലും ഉയർന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, തീർച്ചയായിട്ടും ഉയർന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും നല്ലൊരു ശതമാനം, ഏകദേശം ഒരു 30-40% പരം ആൾക്കാർ ഇപ്പോഴും അതിദാരിദ്ര്യത്തിലുള്ളവരാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും വിദ്യാഭ്യാസം ലഭിക്കാനുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ തൊഴിലിന് വേണ്ടി അലയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യം കൂടി, അതായത് ഒരുപാട് നല്ല കാര്യങ്ങൾ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് എടുത്ത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു അസമത്വങ്ങളെല്ലാം ഒഴിവാക്കി ഇന്ത്യയെയും റിച്ചസ്റ്റ് കൺട്രീസിൻ്റെ ലിസ്റ്റിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഏവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം.